ആ സമയത്ത് ഒരുപാട് മിണ്ടും. പാവമായിരുന്നു. അതിനെ ഈ മഹാഭാവികളെല്ലാം കൂടി കൊന്നു കളഞ്ഞു. ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ അമ്മേ? അതിന് ഇവളെ എന്തിനാ പറയുന്നത്? ഇവനെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടല്ലേ കെട്ടിയ പെണ്ണിനെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്തവനാണല്ല. അപ്പൊ എന്താ അമ്മയുടെ ഭർത്താവും അമ്മയുടെ മോളുടെ ഭർത്താവും ആണല്ലേ? എടി ഇതിപ്പോഴല്ല, നേരത്തെ ചെയ്യണമായിരുന്നു. നിങ്ങൾ എന്നെ തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ. ഇനി ഞാൻ നിങ്ങൾ ആരും അനുസരിക്കില്ല. എന്തിനാ വിനിതേ പ്രശ്നങ്ങൾ വഷളാക്കാൻ നോക്കുന്നത്? പറയുന്ന അനുസരിക്ക്. പറ്റില്ലെന്ന് പറഞ്ഞല്ലോ. ഇത്രയും നാള് നിങ്ങൾ എല്ലാം പറഞ്ഞത് കണ്ണും പൂട്ടി അനുസരിച്ചു. എന്നിട്ട് എനിക്ക് എന്താ കിട്ടിയേ? കല്യാണം കഴിഞ്ഞ നാളെ മുതല് ഈ ആട്ടം തുപ്പോ. നിങ്ങൾ ചോദിക്കുമ്പോ എടുത്തുതരാൻ എന്റെ വീട്ടുകാര് സ്വർണ്ണ കൃഷി ഒന്നും ചെയ്യുന്നില്ല. മതിയടി, നിന്നെ കൊണ്ട് സ്വർണം വാങ്ങിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. നിനക്ക് എന്ത് യോഗ്യതയുണ്ട് എന്റെ മകന്റെ ഭാര്യയായിട്ട് ഇരിക്കാൻ? നീ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഞങ്ങൾക്കൊരു പുല്ലൂലടി. തരില്ല. നിങ്ങളുടെ തനി സ്വഭാവം ഈ ലോകം മൊത്തം അറിയട്ടെ. പുറമെ മാന്യത കാണിച്ചെടുക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ മുഖം നാട്ടിൽ മുഴുവൻ കാട്ടട്ടെ. അമ്മേ, ഇനി ഇവള് ആരുടെ മുമ്പിൽ വാ തുറക്കരുത്. പിടിക്കടാ. നോ, ഇതൊന്നും സത്യമല്ല. ഞങ്ങൾ ഇതൊന്നും സമ്മതിക്കുമെന്ന് ആരും കരുതണ്ട. വെറുതെ ശബ്ദം കൂട്ടി സംസാരിച്ചാ രക്ഷപ്പെടാനൊന്നും കരുതണ്ട. നിങ്ങളുടെ മകൾ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു. അതുമാത്രമല്ല, നിങ്ങൾ വിനീതയോട് ചെയ്തതെല്ലാം വ്യക്തമായി പറഞ്ഞു തന്ന ഈ വീട്ടിലെ ഒരാൾ കൂടിയുണ്ട്.
ഏയ്, നോ. വേണ്ട. ഉം. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. വിനീത വേദന കൊണ്ട് പുളഞ്ഞിവിടെ കിടക്കുമ്പോഴും നിങ്ങൾ അത് കണ്ട് ആസ്വദിക്കായിരുന്നില്ലേ? അവളുടെ മരണം കണ്ട് ചിരിക്കായിരുന്നില്ലേ? ഇതിനൊക്കെ കോടതി നൽകുന്ന ശിക്ഷ മാത്രം അനുഭവിച്ചാൽ മതിയാവില്ല. ഈ ജന്മത്തിലും ഇനി വരുന്ന ജന്മങ്ങളിലും ഈ ക്രൂരതയുടെ ശാപം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തന്നെ ഉണ്ടാവും. ശരി സർ. ഒരു ചേച്ചി. വളരെ യാദൃശ്ചികമായിട്ടാ ഞങ്ങൾ സീതമ്മയെ കാണുന്നത്. ആദ്യമെല്ലാം തുറന്നു പറയാൻ സീതമ്മയ്ക്ക് പേടിയായിരുന്നു. പക്ഷേ വിനീതയോടുള്ള സ്നേഹം കൊണ്ട് സീതമ്മ എല്ലാം തുറന്നു പറഞ്ഞു. ഞാൻ കാണുമ്പോ എല്ലാം കഴിഞ്ഞിരുന്നു. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കുന്ന ഒരേ ഒരാളാ കൊച്ചായിരുന്നു. അതും ഇവരൊക്കെ ഉണ്ടെങ്കിൽ മിണ്ടില്ല. അമ്പലത്തിൽ വെച്ചും സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോഴും ഒക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റും. ആ സമയത്ത് ഒരുപാട് മിണ്ടും. പാവമായിരുന്നു. അതിനെ ഈ മഹാഭാവികളെല്ലാം കൂടി കൊന്നു കളഞ്ഞു. പേടിച്ചിട്ടാ സാറ് അന്ന് പോലീസിനോടൊന്നും പറയാതിരുന്നത്. ആദ്യം അന്വേഷിക്കാൻ വന്ന പോലീസുകാരൻ ഇവരുടെ ആളുകളാണെന്ന് എനിക്കറിയായിരുന്നു.